നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ ശ്വാസകോശം അഥവാ ലങ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ നമ്മൾ കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രീത്തിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ശ്വസന പ്രക്രിയ, നമ്മൾ ശ്വാസം എടുക്കുന്നു, ഉള്ളിലോട്ട് എടുക്കുന്നു, തിരിച്ച് പുറന്തള്ളുന്നു അല്ലേ. നമ്മൾ ഓക്സിജൻ ഉള്ളിലോട്ട് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തോട്ട് തള്ളുന്നത്. അപ്പം ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ലങ്സിൽ പോയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലൂടെ ഒരു ഓക്സിജൻ സപ്ലൈ ഒക്കെ കൂടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ തിരക്ക് പിടിച്ചൊരു സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ബാംഗ്ലൂർ പോലുള്ള സിറ്റീസിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വാഹനങ്ങളുടെ എണ്ണമൊക്കെ ഒരുപാട് കൂടുതലാണ് അല്ലേ. ഇപ്പം ബാംഗ്ലൂർ അല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ വാഹനങ്ങളൊക്കെ കൂടി. അതുകൊണ്ട് തന്നെ ഈ പുക ഒരു മാലിന്യം എന്ന് പറയുന്നത് എയർ പൊല്യൂഷനൊക്കെ ആകുന്ന സമയത്തും ഈ ഒരു ഫോഗ് കാരണങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഒരുപാട് വ്യക്തികൾക്ക് അലർജി, ആസ്തമ, അതുപോലെ തന്നെ ഈ പൾമണറി ഡിസോർഡേഴ്സൊക്കെ പല രീതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ബിസി ലൈഫ് ഷെഡ്യൂളിനകത്ത് നമ്മൾ വിട്ടു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കും, പല ദിവസങ്ങളായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരുന്നിട്ട് പിന്നെ അത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാകുകയും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. അതും കൂടിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോക്കിംഗ് ഡെയിലി ചെയ്യുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ താമസിക്കുന്ന വ്യക്തികൾ, അവരൊക്കെ നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്യണം. കാരണം സ്മോക്കിംഗ് നിങ്ങൾക്കറിയാം, നമ്മുടെ ശ്വാസകോശം എഫക്റ്റ് ആവുന്ന പോലെ തന്നെ പല ഓർഗൻസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനാ കൃത്യമായിട്ടുള്ളൊരു ഫുഡ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ തന്നെ നിർബന്ധമാണ്. സ്മോക്കിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ചെയ്യണം. പക്ഷേ ആ സിറ്റിയിൽ നിന്ന് നമുക്ക് മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റിയൊരു കാര്യമായിരിക്കണം എന്നില്ല. പക്ഷേ സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാ സ്ഥലത്തും കാണുന്നതാണ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുത്തുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ചെയ്യാം. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ മെയിനായിട്ട് കഴിക്കേണ്ടത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഡാർക്ക് ഗ്രീൻ വെജീസാണ്. പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ബ്രൊക്കോളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഈ ടൈപ്പ് ഓഫ് ഐറ്റംസ് നമുക്ക് നല്ല ഗ്രീൻ കളേർഡിൽ നമുക്ക് കിട്ടും. പക്ഷേ ഇത് ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആവണം എന്നില്ല അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ, കടകളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ബ്രൊക്കോളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ കൊണ്ടുവയ്ക്കണം എന്നൊന്നുമില്ല, നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ വാങ്ങണേ ചിലപ്പോൾ നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ ഇലക്കറികൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും. അതായത് മുരിങ്ങയില, ചീരയില, അല്ലാതെ ഇപ്പോൾ നമ്മുടെ തഴുതാമയുടെ ഇല, ഇപ്പോൾ ചേമ്പ്, ചേന, അതിൻ്റെയൊക്കെ താള് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇതൊക്കെ നമ്മുടെ ശ്വാസകോശത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് കഴിക്കുക. ഇപ്പം വെണ്ടയ്ക്ക കഴിക്കുന്നതും അതുപോലെ തന്നെ കയ്പ്പയ്ക്ക കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഉൾപ്പെടുത്തിയാൽ മതി. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത് പറയുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാരറ്റ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം ക്യാരറ്റ് നമ്മുടെ ലങ്സിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇതിലുള്ള ബീറ്റാ കരോട്ടിനോയിഡ്സ് നമ്മുടെ ലങ്സിൻ്റെ ഇൻഫ്ലമേഷൻസോ കാര്യങ്ങളോ കുറയ്ക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ, അതായത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഈ ആൽവോളി, ബ്രോങ്കോളി ഇതിനൊക്കെ വരുന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും, ഈ ഒരു ക്യാരറ്റിനകത്തുള്ള ബീറ്റാ കരോട്ടിനോയിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിപ്പയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ അടുത്തൊരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്, ബീട്രൂട്ടാണ്. ബീട്രൂട്ടിനകത്ത് നൈട്രേറ്റ്സ് ഉണ്ട്. ഈ നൈട്രേറ്റ്സും നമ്മുടെ ലങ്സിൽ നിന്ന് പോകുന്ന രക്തക്കുഴലുകളൊക്കെ ഉണ്ട് ഹൃദയത്തിലോട്ടൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ബീട്രൂട്ടിനകത്തുള്ള നൈട്രേറ്റ്സ്. അപ്പം ബീട്രൂട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് പംകിൻ അഥവാ മത്തങ്ങയിലും അതിനകത്ത് എന്തുണ്ട്, ഈ ഒരു കരോട്ടിനോയിഡ്സ് കൂടുതലാണ്. അപ്പം അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നട്ട്സ്, വാൾനട്ട് ബ്രെയിനിന് നല്ലതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ഓർഗൻസ്, ഹാർട്ടിനും ലങ്സിനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ചെറിയൊരളവിൽ വാൾനട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അല്ലാത്ത പക്ഷം കാണുന്ന നമ്മുടെ പച്ചക്കറികളായിട്ടുള്ള വഴുതിനിങ്ങ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം,
വേണം, എല്ലാ ദിവസവും നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെണ്ടയ്ക്ക ഗ്രീൻ കളേർഡാണ്, അപ്പം അതും കുറച്ചും കൂടി ഒരു നല്ലതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് വരുന്ന എല്ലാ ഐറ്റംസും ഇപ്പം നമുക്കറിയാം, കൂടുതൽ നമ്മുടെ സ്പൈസസുകളൊക്കെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഗ്രാമ്പു തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശക്തമായിട്ടുള്ള കഫക്കെട്ടോ ഈ ബുദ്ധിമുട്ടോ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഗ്രാമ്പു പൊടിച്ചത് കുറച്ച് തേനിനകത്ത് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അത് നല്ലതാണ്, നമ്മുടെ ഒരു ഹൃദയത്തിനാണെങ്കിലും ലങ്സിനാണെങ്കിലും ഒക്കെ അത് നല്ലതാണ്. സെയിം നമ്മുടെ ഒരുപാട് കറുവപ്പട്ട ഐറ്റംസ് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുർക്യുമിനാണ്. കുർക്യുമിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നമ്മൾ കാണുന്നത് എന്തിലാണ്? മഞ്ഞളിലാണ്. ഈ ഒരു മഞ്ഞൾ നിങ്ങൾ കഴിക്കുന്നത്, മഞ്ഞൾ പൊടി നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ വളരെയധികം നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു നുള്ളു മഞ്ഞളിനകത്ത് കുറച്ച് തേൻ മിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും കഴിക്കുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ലങ്സിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പാലൊക്കെ കുടിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും അവർക്ക് ഈ അലർജിയൊക്കെ ഉണ്ട്, പക്ഷേ പാൽ കുടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് എന്ത് ചെയ്യുക, ഒരു നുള്ള് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അവരുടെ പാലിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാം. അതും അവരിൽ ഈ ഒരു അലർജി പ്രോബ്ലംസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാം, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഒരു ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് തണുത്ത ഐറ്റംസ് ഉണ്ട്. ഈ ഐസ്ക്രീംസ്, ജ്യൂസുകൾ, കോളകൾ, ഇതൊക്കെ നമ്മുടെ ലങ്സിന് വളരെയധികം ഡാമേജ് ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഏത് എടുക്കുകയാണെങ്കിൽ നമ്മൾ പാക്കറ്റ്സിലൊക്കെ വരുന്ന ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് വരുന്നുണ്ട്. ഇതും നമ്മുടെ ലങ്സിനും ഹൃദയത്തിനും ലിവറിനും എല്ലാം തന്നെ തകരാറിലുണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കുഞ്ഞുങ്ങളിൽ ചെറുപ്രായത്തിലേ നിങ്ങൾ വാങ്ങി കൊടുക്കാതിരിക്കുക, വലിയ ആളുകളാണെങ്കിലും കഴിക്കാതിരിക്കുക. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്കുകൾ, കോള, ജ്യൂസ്, പെപ്സി ടൈപ്പ് ഓഫ് ഐറ്റംസും നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ലങ്സിൻ്റെ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ലങ്സിൻ്റെ സെൽ പ്രൊട്ടക്ഷനും കാര്യത്തിനൊക്കെ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങൾ അധിക ദിവസങ്ങളിൽ മാറിയിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ നല്ല സാലഡ്സ് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എടുക്കുക. പിന്നെ പ്രാണായാമാസ് പോലുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. പുകവലി കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. മദ്യപാനവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. നമ്മുടെ ദാഹത്തിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ കറികളിലൊക്കെ പെപ്പറൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ലങ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. ഈ കൂടുതലായിട്ടും ചുവന്ന മുളക് പൊടി യൂസ് ചെയ്യുന്ന ഒരു ശീലം അത് കുറച്ചുകൊണ്ട് വരിക. പച്ചമുളകോ അല്ലെങ്കിൽ ചെറിയൊരളവിൽ പെപ്പറൊക്കെ യൂസ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട്, തുമ്മൽ, അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഇതൊരു ആസ്തമ എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് പോവാതിരിക്കാനൊക്കെ ഈ പറഞ്ഞ ഫുഡുകളും കഴിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.